ആ ഭ്രാന്തന് എന്നെ കല്യാണം കഴിക്കണം എന്ന് പറയുന്നത്? നമ്മളൊക്കെ പ്രേതങ്ങളല്ലേ? അത് നമുക്കല്ലേ അറിയാം, അവർക്കറിയില്ലല്ലോ. അതൊന്നും സാരില്ല, എല്ലാം കഴിയുന്നവരെ മിണ്ടണ്ട. അവന്റെ സമയം എടുത്തിട്ടുണ്ട്. നീ പേടിക്കണ്ട, ഇഷ്ടമാണെങ്കിൽ പറ, ബാക്കിയൊക്കെ പിന്നെ നോക്കാം. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. അവർക്ക് മനസ്സിലാവൂടാ. ദേ നോക്ക് വരുന്നുണ്ടോ? എല്ലാവരും ചേർന്ന് അകത്തൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ കഴിഞ്ഞു എന്ന് തോന്നുന്നു. അകത്ത് പോയി എന്ത് തീരുമാനം എടുത്ത്? എടി സാമന്തി, ജോലി തീർന്നു, ഇവിടത്തെ ജോലി തീർന്നു. ഞാൻ ടയേർഡായി. എടി സാമന്തി, നിനക്ക് വേണ്ടി ഇത്ര നേരം ആടിപ്പാടി ഞാൻ ടയേർഡായി. വല്ലാതെ വിശക്കുന്നു. കഴിക്കാൻ എന്താടി ഉള്ളത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്താ ഉള്ളതെന്ന് ചോദിച്ചാ എന്താ വേണ്ടെന്ന് ചോദിക്കുന്നോ? അപ്പൊ എന്ത് ചോദിച്ചാലും തരുമോ? എന്ന് വെച്ചാ എന്തെന്ന് വെച്ചാലടാ, ഒരടി അടിച്ചാലുണ്ടല്ലോ പണി തീർക്കും ഞാൻ. ഒന്നും മിണ്ടാതിരിക്കടാ. ശരി, ചോദിച്ചതുകൊണ്ട് പറയാ. എനിക്ക് വിസ്കി വേണം. എന്താ കൊണ്ടുവരാൻ പറ്റും? വിസ്കി. വിസ്കി 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 എന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കണ്ട, വേഗം പോയി എടുത്തിട്ട് ഓ വാ. വിസ്കി. കോസ്റ്റ്ലി ബോട്ടിലാ. അകത്ത് വിസ്കി തന്നെയല്ലേ ഉള്ളു? ഒരു പക്ഷെ നിങ്ങൾ ചോദിക്കാന്ന് ആദ്യമേ. എന്താ ജാമ്യം എടുക്കാണോ? അല്ല, കുപ്പി സൂക്ഷിച്ച്. ശരി, എനിക്ക് ഹൈദരാബാദ് ബിരിയാണി വേണം. കൊണ്ടുവരുമോ ഇല്ലയോ? കൊണ്ടുവരുമോ ഇല്ലയോ? ഹൈദരാബാദ് ബിരിയാണി. അതേനെ, ഹൈദരാബാദ് ബിരിയാണി. ഹൈദരാബാദ് ബിരിയാണി തന്നെ. അതിനെന്തിനാ ലേലം വിളിക്കുന്നേ? ഹൈദരാബാദ് ബിരിയാണി. എടാ ദേ ബിരിയാണി. എടാ ഹൈദരാബാദ് എവിടെ കിടക്കുന്നു? നിങ്ങൾ ഇവിടെ കിടന്നു. ബിരിയാണി എങ്ങനെ ഇവിടെ വന്ന്? നിങ്ങളുടെ അടുത്ത് എന്തോ മായാജാലം ഉണ്ടെന്നാ തോന്നുന്നേ. ഇത് കുഴപ്പമില്ല. വേറെന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് സ്വീറ്റ് ലഡു വേണം. എന്താ കിട്ടുമോ? ഇല്ലല്ലോ, ഇല്ലല്ലോ, നിങ്ങൾ അടുത്തുള്ള പ്ലേറ്റിലുണ്ട്, എടുത്ത് കഴിക്കൂ. എന്ത്? അടുത്ത് വെച്ച പ്ലേറ്റിലുണ്ടെന്നേ. ദേടാ ലഡു. നിങ്ങൾ എങ്ങനെ എന്ത് ചോദിച്ചാലും തരുന്നുണ്ടല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടി ഒന്ന് ചുമ്മാതിരിക്കും. നീ എന്താ എപ്പം നോക്കിയാലും കണ്ണടിച്ചോണ്ടിരിക്കുന്നേ? ഇതൊക്കെ എന്തിനാ ചോദിക്കുന്നത്? നീ ചോദിച്ചു തന്നില്ലേ, കഴിച്ചൂടെ? ഇത് സത്യാണല്ലോ അല്ലേ? എനിക്ക് വേണ്ടിയല്ലേ? ഇത് കോസ്റ്റ്ലി ആണോ ലോക്കലാണെന്ന് നോക്കാം. എന്താടാ നീ ദേഷ്യപ്പെട്ടോ? അയ്യോ വേണ്ട, സാറ് കഴിച്ചു. വീട്ടിലെ ഇറച്ചി എവിടെടാ? എല്ലു മാത്രമാണല്ലോ. അത് എടാ ഒരു മിനിറ്റ് നിക്ക്. എടാ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നോ? നീ പറയടാ. എന്താ കൊച്ചേ? സർ, എനിക്ക് സാറിനോട് കുറച്ച് സംസാരിക്കണം. ഒന്ന് അങ്ങോട്ടേക്ക് വരാവോ? എടാ അങ്ങോട്ട് പോയാലേ ഒന്നും കഴിക്കാൻ പാടില്ല, മറക്കണ്ട. ഞാൻ ആ ടൈപ്പൊന്നും അല്ല. അവൾക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലേ? വെറുതെ കിട്ടിയതാന്നും പറഞ്ഞു വലിച്ചു കേറ്റി ഞാൻ. ദേ വരുന്നു ഗ്യാസ്. ഗ്യാസിനെ ഗ്യാസ് കൊണ്ട് നേരിടാൻ എനിക്കിപ്പോ തംസപ്പ് വേണം. എടാ കിളവാ, നിങ്ങൾ അവിടെ ഉണ്ടോ? ആരെയും കാണുന്നില്ലല്ലോ. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എടാ ഗോറില്ലേ, അല്ല ചോദിച്ചപ്പോ തന്നെ എല്ലാം തന്നിരുന്നല്ലോ. ഹൈദരാബാദ് ബിരിയാണി, ലഡു, വിസ്കി. ഒരുപക്ഷെ ആ സ്റ്റോക്കുകളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരിക്കോ? എവിടെയാ ഡോറൊന്നും ഒരു പിടുത്തമില്ല. ശരി, ജനലിൽ കൂടെ നോക്കാം. എന്താടാ ഷൂട്ട് ചെയ്ത് കളിക്കുന്നേ?
ദൈവമേ, ഞാൻ ഇത്ര നേരം ആടിപ്പാടിയതൊക്കെ ഈ പ്രേതങ്ങളോടൊപ്പമായിരുന്നോ? നീ തന്നെ രക്ഷിക്കണം എന്റെ ദൈവമേ. വടി എവിടെ പോയി? എന്താടാ കണ്ടു കഴിഞ്ഞോ? സാറേ, ഞാൻ കണ്ടു. എല്ലാം കണ്ടു കഴിഞ്ഞ എല്ലാം ഞാൻ കണ്ടു. നിങ്ങൾ പ്രേതാണോ? സാധിച്ച എല്ലാം പോയി സാർ. ഈ കാണിച്ചതല്ല പേടിപ്പിക്കൽ, ഇതാണ് പേടി. ഈ കാര്യം പാൽരാജനോട് പറഞ്ഞ നിങ്ങൾ നോർമലായി പറഞ്ഞ മതി. വാണിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. എന്താ പറ്റിയേ? എനിക്ക് തന്നെ എങ്ങനെ പറഞ്ഞാ മനസ്സിലാക്കേണ്ടെന്ന് അറിയില്ലടോ. നിങ്ങളെ എന്തുമാത്രം കഷ്ടപ്പെടുത്തി നീ. സാറേ, രക്തം വരുന്നുണ്ട്. പ്ലീസ് എന്നെ വിട്ടേക്ക്. പിന്നെ ദേ അനിയത്തി പ്രേതം വരുന്നു. തളയൊക്കെ കാണുന്നുണ്ടല്ലോ. ആരാ ഇത്? ഇതെന്റെ തല ചെറുതാണല്ലോ. അല്ല, നീയായിരുന്നോ? ഞാൻ വേറെ ആരോന്ന് കരുതി. എന്താടാ ഭീഷണിപ്പെടുത്തുന്നേ? അങ്ങനെയൊന്നുമില്ല. ഗസ്റ്റ് ഹൗസിലേക്ക് പോയാലോ? വേണ്ട വേണ്ട, അവിടെ എന്ത് ജോലിയാ? അത് പിന്നെ ഞാൻ തമാശ പറഞ്ഞതൊക്കെ നിങ്ങൾ സീരിയസ് ആയി എടുത്തതാ. പോ, പിറകിലോട്ട് തിരിയെ. പോടാ. ഇനി എവിടെയാണോ കൊടുക്കാൻ പോകുന്നേ? അത് പിന്നെ ഞാൻ വഴി മറന്നുപോയി. വഴി മറന്നുപോയോ? അതേന്നേ. രാമസ്വാമി ചെറുപ്പം തൊട്ട് റണ്ണിങ്ങിലും ഫസ്റ്റ് പ്രൈസ് മേടിക്കുന്നവനാ. നീ എവിടെ പോയതായിരുന്നു? 1 മണിക്കൂറായി നിന്നെ കുറിച്ച് പറയാൻ തുടങ്ങിയിട്ട്. ഇവിടെ ഇരിക്കും. രാമസ്വാമി സാറേ, ഇരിക്കൂ. നിന്റെ കാല് ഞാൻ പിടിക്കാം. എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കടാ. എന്താടാ, എന്താ പറ്റിയ? അയ്യോ, എന്തൊരു ചൂടായത്. അത് എനിക്ക് പനിക്കുന്നുണ്ടടാ. എടാ, നീ വാണിംഗ് കൊടുത്തില്ലേ? ഇവരെല്ലാരും പേടിച്ച് കളിക്കാൻ വേണ്ടി റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് റെഡിയായി. ഇവന് ഡാൻസും പാട്ടും കളിയൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. മാത്രമല്ല, അതൊക്കെ നിങ്ങളും പഠിക്കണം. ഗെയിമോ? തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ കളിക്കണോടാ. പണി തീർന്നു. അവര് ശരിക്കും കളിക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചതായിരുന്നു. അതിനുശേഷം ഞാൻ അവരെ പറഞ്ഞ് പേടിപ്പിച്ച് രാമസ്വാമി വന്ന ഉടനെ എല്ലാരും നിർബന്ധമായിട്ടും കളിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ തീർച്ചയായും കളിക്കണമെന്നാണ് പറയുന്നത്. നീ വാടാ, നമുക്ക് പോവാം. നീ അവിടെ ഇരിക്ക്, കളിച്ചിട്ട് പോ. വേണ്ടാടാ. ശരി, എന്ത് കളിയാന്ന് ചോദിക്ക. അല്ല, എന്ത് കളിയാ കളിക്കാന്ന് പറഞ്ഞ? നമ്മൾ കണ്ണുപൊത്തി കളിക്കാൻ പോകുന്നു. സാറ്റ് കളിക്കാനോ? ഇവരുടെ കൂടെയോ? നമ്മളോ? നടക്കില്ലടാ. എന്തുകൊണ്ട് നടക്കില്ല? ഇവരെന്താ പ്രേതങ്ങളാ? പറഞ്ഞു കൊടുത്ത് എന്നെ പ്രേതാക്കാനുള്ള പരിപാടിയാ? ഇല്ലല്ല, വെറുതെ പറഞ്ഞതാ. ക്ഷമിക്കൂ, നമുക്ക് കളിക്കാം. അത്തള പിത്തള തവളാച്ചി സെറ്റുമ സെറ്റുമസ. അത്തള പിത്തള തവളാച്ചി സെറ്റുമസ. എടാ ബാല, എടാ ബാല, എടാ ഞാൻ ആരെ തിരയേണ്ടത്? ആരെ ഇപ്പൊ ഞാൻ കണ്ടുപിടിക്കുക? എടാ വിടറാ, എന്റെ കാലിന്ന് വിടറാ. എന്തിനാടാ കടിക്കുന്ന? വിടറാ. രക്തം! എന്റെ ദൈവമേ, രക്തം കുടിച്ചോ ഈ പ്രേതങ്ങള്? നീ എന്താ എന്നെ കുറിച്ച് പറഞ്ഞത്? എന്റെ മുഖം കുമ്പളങ്ങ പോലെ ഉണ്ടെന്നോ? നിങ്ങളുടെ മുഖം ആപ്പിള് പോലെയുണ്ട്. നിന്റെ മുഖം എങ്ങനെയാന്ന് എടാ ബാല, എടാ ബാല, എന്റെ അമ്മ ഞാനല്ല. ശബ്ദം എവിടുന്ന് വരുന്നുണ്ട്? എവിടുന്നാന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എന്തുകൊണ്ടാണല്ലോ പല്ല് തേക്കുന്നത്? അവളങ്ങാനും തിരിഞ്ഞ എന്റെ പണി തീരും. ഇവനാണോ? ഇവനെങ്കിലും എന്നോട് കുറച്ച് സ്നേഹമില്ലാതിരിക്കില്ല. ഹേ രാമസ്വാമി, ഇപ്പോഴാണോ എന്റെ പ്രണയം നിനക്ക് മനസ്സിലായത്? ഇവൻ എന്തായി പറയുന്നേ?
വാ. എവിടേക്ക് അകത്തേക്ക്. ഞാൻ വരുന്നില്ല ഏയ് വാ. ഞാൻ വരുന്നില്ല വാ. അകത്ത് വാ. എന്തിനാടാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ അകത്ത് വാ. എവിടേക്കാടാ കൊണ്ടുപോകുന്നേ വാ രാമസ്വാമി, എല്ലാം പറയാം. എടാ, വേണ്ടടാ എന്റെ അമ്മേ ഓടില്ല രാമസ്വാമി, വേണ്ട നിൽക്ക്. വേണ്ടടാ അമ്മേ എടാ പ്രേതമായിരിക്കുന്ന സമയത്ത് നീ ഈ കളി കളിക്കുകയാണെങ്കിൽ ജീവനുള്ളപ്പോ നീ എന്ത് കളിയായിരിക്കും കളിച്ചിട്ടുണ്ടാവാ ഇതെങ്ങനെയാടാ എന്റെ കയ്യിൽ വന്നത് ഇന്നാ ഇത് നീ വെച്ചോ നിന്റെ ഒന്നും എനിക്ക് വേണ്ട, നീ തന്നെ കൊണ്ടുപോയിക്കോ. ഇനി എനിക്ക് ഒന്നും വേണ്ട എടാ ബാല എല്ലാം തീർന്നടാ